സർക്കാരിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രതിപക്ഷ നേതാവ് അടച്ചാക്ഷേപിക്കുന്ന പരിപാടിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി അപ്രതീക്ഷിതമായി എത്തിയാൽ എന്താവും സ്ഥിതി? മലപ്പുറത്താണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആക്രമണം നേരിൽ കേട്ടുകൊണ്ട് മന്ത്രി സി രവീന്ദ്രനാഥ് വേദിയിലെത്തിയത്. KPSTA സംസ്ഥാന സമ്മേളനമായിരുന്നു വേദി. വിദ്യാർത്ഥി സമരത്തിന് മുമ്പിൽ, ജനകീയ പ്രക്ഷോഭത്തിന് മുമ്പിൽ ഇടതുമുന്നണി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ലോ അക്കാദമി സമരം മുതൽ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച വരെ ചൂണ്ടിക്കാട്ടി അധ്യാപകരെ ആവേശം കൊള്ളിച്ച് രമേശ് ചെന്നിത്തല കത്തിക്കയറുമ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി. ചീത്തുവിളിയെല്ലാം കേട്ടുകൊണ്ട് അതിഥിയായ മന്ത്രി വേദിക്ക് അരികിലെത്തിയെന്നായിരുന്നു പിന്നിൽ നിന്നുള്ള അറിയിപ്പ്. ഗവൺമെന്റിന്റെ കാര്യക്ഷമതയില്ലായ്മ എന്നുള്ള നിലയിൽ, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, ഈ രംഗത്ത് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുവാനും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വരുന്നുണ്ട്. ഒരു മിനിറ്റ് സ്തബ്ധനായി നിന്ന പ്രതിപക്ഷ നേതാവ് ആദ്യം മന്ത്രിയെ സ്വാഗതം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ KPSTA സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നു. അദ്ദേഹത്തെ ഞാൻ തന്നെ ഹാർദവമായി സ്വാഗതം ചെയ്യുക. പിന്നാലെ പ്രസംഗത്തിന്റെ വഴി തന്നെ തിരിച്ചുവിട്ടു. ലോ കോളേജ് വിഷയത്തിലടക്കം മന്ത്രിയെ പ്രകീർത്തിക്കാനായിരുന്നു പിന്നീട് സമയം കണ്ടെത്തിയത്. ഇന്നലെ ഏതായാലും ലോ കോളേജ് സമരം തീർക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ആ ഒരു പരിശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുന്നു. വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട മന്ത്രി പറഞ്ഞതിലും 1 മണിക്കൂർ നേരത്തെത്തിയതാണ് പ്രതിപക്ഷ നേതാവിനെ വെട്ടിലാക്കിയത്. ആക്ഷേപം കേട്ടതായി നടിക്കാതെ ഉദ്ഘാടനത്തിനൊപ്പം അധ്യാപകർക്കൊരു ക്ലാസ് നൽകിയാണ് മന്ത്രി മടങ്ങിയത്. മനോരമ ന്യൂസ്, മലപ്പുറം.